ഹലോ ഗൈസ്, നമ്മള് കോയിനെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം റെഡിനെയും വെള്ളേനെയും ഇല്ലേ 6 ഉണ്ടായിരുന്നു. 1 ചത്തുപോയി. 5 ഇപ്പം ഇല്ലേ. ഫുഡ് കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഓടിക്കളിക്കുന്നതും വീഡിയോ ഒക്കെയാണിത്. അപ്പം നേരെ കോയിൻ്റെ അടുത്തോട്ട് പോവാം. ഓക്കെ, റെഡി. തുറന്നോ? ആ കുഞ്ഞു കോയിനെ കാണിച്ചു കൊടുക്ക്. തുറന്ന് എടുത്തോ. പേടിയാന്നാ? മാച്ചെടുക്കാം. ഓരോന്ന് പേരിട്ടിനാ? ടൈറ്റാനിക്കാൻ പറ്റുമോ? അതിന് പറ, പേര് പറ. 5 ഉണ്ട്. എത്ര ഉണ്ട്? 1, 2, 3, 4, 5 ഉണ്ടല്ലേ? 6 വാങ്ങിയല്ലേ? 1 ചത്തു അല്ലേ? എടുത്തോ, കുഴപ്പമൊന്നുമില്ല. എടുത്തോ. പേടിയാന്നുണ്ടോ? മിനിറ്റ്. ഇതിന്റെ പേരെന്നാന്ന്? ഈ റെഡിന്റെ പേര് എടുത്ത് പ്രശ്നമില്ല. കൊത്തുന്നില്ല. ഇതിന്റെയോ? 5 ഉണ്ട്. ടോട്ടൽ 5 ഉണ്ട്. ഇതിന്റെ പറ. എന്താ? പിന്നെ വേറെ ഇതിന്റെ ചക്കു. പിന്നെ മറ്റേ 5 ഇനി എടുത്ത് പുറത്ത് വെച്ചാ കോഴിന്റെ അല്ലേ? ഇല്ല, എല്ലാം 5 എടുത്ത് പുറത്ത് വെച്ചാ. ഉറുമ്പിനെ അതിനെന്തും ഭക്ഷണം കൊടുക്കറോ? അരി അങ്ങനെ തേനയാ? മുത്താറി. അന്നത് പുഴുവിനെ കിട്ടിയില്ല. പുഴുവല്ല, അത് ഇലയാണ് കേട്ടോ അതിന്റെ. തേനെടുത്ത് ഇട്ട് കൊടുക്ക്. എവിടെയല്ലോ പോകുന്ന കാക്ക നോക്കണേ. മരത്തിന്റെ മുകളിൽ ഇതിലെ തൊളിച്ചങ്ങോട്ടാക്ക്. എല്ലാം ഒരുമിച്ചായിട്ട് ഒന്നും കൂടെ നടുക്കിട്ട് കൊടുക്കാം. വെള്ളം കൊടുക്കണ്ടേ? ഇനി തേന തിന്നുന്നില്ല കേട്ടോ. പേടിക്കണ്ട. വെള്ളം കൊടുക്കുന്നില്ലേ? കുഞ്ഞു എടുത്തോ. കൊത്തുന്നില്ല, പേടിക്കണ്ട. വെള്ളം കുടിക്കുന്നുണ്ടോ? കണ്ടിട്ടാ? ഇപ്പൊ കണ്ടാ കുടിക്കേ? കുടിക്കുന്നുണ്ട്. എല്ലാം കണ്ടില്ല, ഒന്ന് മാത്രമേ കണ്ടില്ല. ഇനിയും 4 കാണുന്നുണ്ട്. നല്ല ദാഹമുണ്ട്. നല്ല ചൂടിൽ സമയം കൊണ്ട് നല്ല ദാഹം ഉണ്ടാവും. എല്ലാം കാണിച്ചു കൊടുക്കാൻ. എല്ലാം തുളിച്ചതിന് അടുത്താക്ക്, വെള്ളത്തിന്റെ അടുത്താക്ക്. വെള്ളം കുടിക്കും. വേണ്ടല്ലേ? അമ്മ വെച്ചല്ലേ ഈ വീട്ടിൽ തന്നെ ഇപ്പം നിൽക്കുന്നല്ലേ? പുറത്തിറക്കൊണ്ട് അതിന് ഭയങ്കര സാധ്യത കിട്ടിയിട്ടുണ്ടാവും. എല്ലാം കൊത്തി കളിക്കുന്നു. ഒന്നിതാ ഒന്നിനെ പിടിച്ചു വെക്കും. കുഞ്ഞു അതെ ഉറുമ്പിനെ കുത്തുന്നു കേട്ടോ. അത് പിടിച്ചേക്കോ. ഇതിന്റെ കാലിന് സുഖമില്ലാത്ത മുമ്പ് ടൈല് വിളിച്ചു. കാല് പ്രശ്നമുണ്ട്. പിടിച്ചോ. ഇപ്പൊ ശരിയായി. ഇപ്പൊ ഇങ്ങനെ കയ്യിൽ വെച്ചാൽ മതി. കയ്യിലിങ്ങനെ വെച്ചാൽ മതി. കയ്യിലിങ്ങനെ വെച്ചാൽ മതി. കുറച്ച് ബാക്കോട്ട് പിടിച്ചോ. ഒന്നും പേടിക്കണ്ട. അയ്യോ കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. തൊട്ടോ.
തൊട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും പേടിക്കണ്ട. തൊട്ടോ ഇല്ല തൊട്ട് പറക്കാൻ തുടങ്ങി കൂട്ടുന്നല്ല പറന്ന് പുറത്തേക്ക് ഇരുത്തുണ്ട്. അങ്ങോട്ട് പോന്നു അത് നിലത്തേക്ക് പിടിക്കുന്നുണ്ടോ? പിടിച്ചോ കുഴപ്പമില്ല. അതിന് ഫുഡ് വേണ്ടട്ടോ തേനാന്ന് മുത്തറിയാ മുത്തറി വേണ്ടട്ടോ അതിന് അരിയാണ് വേണ്ട. ആ കാക്കിന്റെ കാക്ക കൊത്തു കുഞ്ഞിക്കുന നോക്കട്ടെ അങ്ങോട്ട് കീരിയന്റെ വീതുണ്ട് നോക്കട്ടെ. കാടിലെ സ്ഥലമാണ് കീരിയന്റെ വീതുണ്ട് നോക്കണം അങ്ങോട്ട്. ആ കീരിയില്ലേ അറിയില്ല. ഒന്ന് തൊട്ടോ അങ്ങനെ പിടിച്ചോ കുഞ്ഞ് പരുതെവിടെ? ഓ 2 എണ്ണം ഉണ്ടല്ലേ. ആ കാണണ്ട് പരുന്ത് എല്ലായിടത്തും കാണും. അങ്ങനെ പിടിച്ചോ കയ്യിൽ പിടിച്ചോ അങ്ങനെ കയ്യിൽ പിടിച്ചോ. ആ കാലത്തോട്ടോ ഉറുമ്പല്ല അത് പ്രാണിയത് കുഴപ്പമില്ല. തൊട്ടോ തൊട്ടാ അങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കും എല്ലാം വെള്ളം കുടിക്കണ്ടോ? എല്ലാം വെള്ളം കുടിക്കുന്ന കേസ് അതാ ഇപ്പൊ വെള്ളം കണ്ടത് അതുകൊണ്ടാണ്. ഇപ്പൊ കളിച്ചു കഴിച്ചിട്ടായിരിക്കും ഫുഡൊന്നും ഇല്ലാത്ത ചായ പോലും കുടിച്ചില്ല. പോയി ചായ കുടിക്കണം. കോഴിനോടാ ചാടിക്കാൻ വേണ്ടിട്ട് രാവിലെ ഞാൻ രാവിലെ ഫുഡൊന്നുമില്ല. ഒരാളെ മാത്രം 2 വട്ടം ഉണ്ടല്ല മറ്റേ ഫുഡില് എന്തേ ചവിട്ടിട്ട് പോലും പോയി. ചവിട്ടിട്ട് പോയി. മുത്തറിയില്ല വെള്ളായിരിക്കും. അതെ വെള്ളം 2 വെള്ളം ചവിട്ടി പോയി. കൂടി പോന്നു. ഇയാൾക്കൊന്നും വെള്ളം വേണ്ട കേട്ടോ. എല്ലാം കുടിച്ചു കഴിഞ്ഞല്ലേ? രണ്ടാൾ കുടിക്കുന്നുണ്ട് ഇപ്പൊ. 3 ആളെ ഇങ്ങനെ വീണ്ടും ഇടാൻ പോകുന്നുണ്ട്. കുളിച്ചോ? ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ചിലപ്പോ വെള്ളം പുറത്തേക്ക് കാലിറങ്ങി. ഒരാളിങ്ങോട്ട് വരുന്നുണ്ട്. അതായത് പിടിച്ചോ കുഞ്ഞു പിടിച്ചോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൊത്തൊന്നുമില്ല ചെറുതല്ലേ. അങ്ങോട്ട് പോയിട്ടോ 2 എണ്ണം അങ്ങോട്ട് പോയിട്ടോ. എന്തോ കൊത്തിത്തുന്നുണ്ട്. വെള്ളം കുടിക്കുന്നതിനാ? അത് തൂക്കം പിടിച്ചാലുണ്ടോ? ഇല്ലല്ലോ വെള്ളം കുടിക്കുന്നതന്നല്ലേ. കല്ല് വീണ് ഇതിന് കാലിന് കല്ല് വീണ്. കല്ലല്ല കല്ലു അറിയാണ്ട് തൈര് പിടിച്ചിട്ട് കഴിച്ചപ്പോ അറിയാണ്ടായിപ്പോതോ. ഒരു കൊത്തിന്നു നല്ലത് നോക്കിയാ. ഉറുമ്പിനെ പായിച്ചടിക്കുന്ന ഒരു ഉറുമ്പിനും വെറുതെ വിടുന്നില്ല കേട്ടോ. അതിന് തൂക്കം പിടിച്ച കേട്ടോ. അതിന് ഉഷാറില്ല. അങ്ങനെ കയ്യാണ്ട് ഇങ്ങനെ നിൽക്കുന്നില്ലേ ഉറക്കം തൂങ്ങിയ പോലെ. അങ്ങനെയാണ് ഈ കുഞ്ഞു കോയിൽ അങ്ങനെ ഉണ്ടാവും. അതിനങ്ങനെ പെട്ടെന്ന് എന്താ പറയാ പിന്നെ കുഞ്ഞു കോയിൽ കുറേ ചത്തുന്നില്ലേ അത് തൂക്കം പിടിച്ചിട്ടാണ്. അതിന് പ്രതിരോധ ശേഷി ഒന്നും ഉണ്ടാവില്ല. പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ അറിയോ? രോഗം കുഞ്ഞു കുഞ്ഞു ഒന്ന് പിടിച്ചോ. അതിന് ഒരു കുഞ്ഞു കുഞ്ഞു കൊടുക്ക്. നീ എടുക്കുന്ന എന്താ എടുത്തോ ഒത്തു നോക്കടാ. എന്റെ കുഞ്ഞു കുഞ്ഞിനെ എടുക്കാൻ പറയുന്നത് ചെറുതോടാ. ഇത് കയ്യിൽ കൊടുക്ക്. ബോളാന്ന് വെച്ചിട്ട് ബോളാ പിടിച്ചാൽ 2 എണ്ണം ഇങ്ങോട്ട് പോയിട്ടോ. വിടോ
അങ്ങോട്ടാക്കടാ. പേടിക്കണ 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 പേടിക്കണ. ഇങ്ങോട്ടേക്ക് പേടിച്ചോയാ രണ്ടാളും. അങ്ങോട്ടേക്ക് എല്ലാം അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക്. എനിക്ക് കാക്ക ഒത്തിയെത്തി ഫുഡ് വേണ്ട, അതിന് മുത്താരൊന്നും വേണ്ട, അതിന് ഉറുമ്പ് മാത്രം മതി. എല്ലാം അങ്ങോട്ടെല്ലാം പോന്നോ? അതാ കാട്ടിൽ പോന്നോ? കുഞ്ഞു കുഞ്ഞു കൊണ്ടോ? പോയി ഇങ്ങോട്ടോ. നീ അനങ്ങാണ്ടിരിക്കാണ്ട് പോയിട്ട് എടുക്കുകയല്ലേ ഇനി? എന്തിനു പഠിക്കുന്നത്? കുഞ്ഞു കുഞ്ഞു എടുത്തോ? തൊട്ടില്ലേ? എന്നിട്ടൊന്നും എടുക്കാണ്ട് എടുത്തോ. കുഞ്ഞു കുഞ്ഞു എടുത്തോ. കുഞ്ഞു 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 എടുക്ക്. എടുത്തോ. 5 ഉണ്ടോ? 3, 2, 5 ഉണ്ടല്ലേ? നോക്കണേ, അത് എവിടെ നിന്ന് പോകുന്നുണ്ട് നോക്കണേ. ഒന്നിനെ കയ്യിൽ പിടിച്ചോ. ആ കുഞ്ഞുകുഞ്ഞിന്റെ ഒച്ചാക്കട്ടെ. കുഞ്ഞുകുഞ്ഞിന്റെ ഒച്ചാക്കട്ടെ. അങ്ങനെ വെച്ചാ അങ്ങനത്തെ അങ്ങനെ വെച്ചാ അതെയാ. അത് ഇല്ല പൂവൻ കോഴിയില്ലേ? എന്നൊക്കെ പൂവൻ കോഴിയില്ലേ? അപ്പൊ പരുന്നെങ്ങനെ അറിയില്ലേ? അപ്പൊ കുഞ്ഞുകുഞ്ഞി എങ്ങനെ അറിയില്ലേ? കുഞ്ഞുകുഞ്ഞി എങ്ങനെ അറിയില്ലേ? കുഞ്ഞുകുഞ്ഞി എങ്ങനെ അറിയില്ലേ? പൂവൻ കോഴി ആയിരിക്കും. അതെ, കളർ കോഴിയില്ലേ? ലഗോൺ കോഴിയല്ലേ? ഇതിനെ ചുവപ്പ് കളർ അടിച്ചാൽ അറിയാം. കളർ അടിച്ചെന്ന് അറിയോ? ആ കാക്കോത്താൻ എടുക്കാൻ വേണ്ടി. കാക്ക കാണുമല്ലോ, മനസ്സിലായില്ല. മുകളിൽ നിന്ന് പറക്കുമ്പോണ്ടല്ലോ, അതെ പ്ലാസ്റ്റിക് ആയിരിക്കും. അതാണ് ഇങ്ങനെ കളർ അടിക്കുന്നത്. പരുതിന് എങ്ങനെ കാണും ഇത് അല്ലേ? ആ പരുതി എന്തായാലും ചിലപ്പോൾ മനസ്സിലാവില്ല. പരുതി എത്ര ഹൈറ്റ് എന്നത് ഇതിനെ കാണാൻ പറ്റും, കോഴിയെ കാണാൻ പറ്റും. അതെ, നേരത്തെ അവിടെ നിന്നല്ലേ? ഇപ്പൊ ആ മരത്തിന്റെ എല്ലേനും പിടിച്ച് കൂട്ടിലായിക്കോ. തായ്ക്കടാ, തായ്ക്ക് പിടിക്കാൻ നിൽക്ക്. പിടിക്കാം. ഇത്രേ ഉള്ളൂ. കണ്ടാ കണ്ടാ, ഇത്രേ ഉള്ളൂ. ഒന്നതാ ആയില്ലേ? 5 ആയില്ലേ? 3, 2, 5 ആയില്ലേ? കടച്ചോ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. നമ്മളൊരു ഡ്രോണിന്റെ വീട് കണ്ടിട്ടുണ്ട്. അത്